ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് പഞ്ചാബിലാണ് കേട്ടോ. പഞ്ചാബിൽ ഗോൾഡൻ ടെമ്പിൾ കാണാനായിട്ട് വന്നതാണ്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ട് ഷട്ടിൽ ബസ് സർവീസ് ഉണ്ട്, ഫ്രീ ആണ്. സോ അങ്ങനെ ഇവിടെ വന്ന് എത്തിയിട്ടാ ഫ്രീ ആയിട്ട്. ഇതൊരു സ്റ്റാച്ചു ആണ്, എന്തോ അവിടുത്തെ ജംഗ്ഷൻ്റെ നടുക്ക് ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് കറക്റ്റ് ഇതിനെക്കുറിച്ച് എന്താണെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ നേരെ ഗോൾഡൻ ടെമ്പിൾ കാണാനായിട്ട് പോകണം കേട്ടോ. കുറച്ചിങ്ങോട്ട് നടന്ന് ഇപ്പോൾ ഒരു 150 മീറ്ററോളം നടന്നിട്ടുണ്ട്. സോ നടക്കുന്ന വഴിയൊക്കെ ഇങ്ങനത്തെ കടകളാണ്, സ്ട്രീറ്റിൽ കടകളും കാര്യങ്ങളൊക്കെ. ഇവിടുത്തെ പഞ്ചാബീസിൻ്റെ ഡ്രസ്സും അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള മറ്റേ വളകളൊക്കെ ഇല്ല, അവരിടുന്ന ഐറ്റിയിലിടുന്ന വളകൾ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകൾ. ആ ഒരു സർക്കിൾ വരെയാണ് ഷട്ടിൽ ബസ് സർവീസിൻ്റെ ഇതുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി നടക്കണം. നടന്ന് വരുമ്പോൾ നമ്മൾ ഗോൾഡൻ ടെമ്പിളിൻ്റെ വ്യൂയിലോട്ടെത്തും. ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഫുഡ് സ്ട്രീറ്റാണ് കേട്ടോ. നല്ല തണുപ്പുണ്ട്, ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. ഇവിടെ നിന്നാണെങ്കിൽ വാഗാ ബോർഡർ പോകാനായിട്ട് ഇവിടെ നിന്ന് വാഗാ ബോർഡർ പോകാൻ ബസ് കിട്ടും കേട്ടോ. അതിപ്പോൾ ഷെയർ ടാക്സി എടുക്കണമെങ്കിൽ 200 രൂപ കൊടുക്കണം. വൺ സൈഡ് 100 രൂപ, 35 കിലോമീറ്ററിലൊക്കെ പറയണം. അറിയില്ല, ഞാൻ തിരക്കിയ എന്നോട് ആരോ പറഞ്ഞത് ഇങ്ങനെ വാഗാ ബോർഡർ പോകാൻ ബസ് കിട്ടുമെന്ന് പറഞ്ഞായിരുന്നു. നമ്മളിപ്പം കഴിഞ്ഞ യാത്ര ഉണ്ടായിരുന്ന 100 രൂപ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷെയർ ബസ് കിട്ടും, ബസ്സിന് പോയാൽ ആണ് നല്ലതെന്ന് പറഞ്ഞു. ബസ്സായിരിക്കും കുറച്ചും കൂടി ചീപ്പ്. ഗോൾഡൻ ടെമ്പിൾ എത്താറായിട്ടാ. അതിൻ്റെ വ്യൂ കിട്ടി തുടങ്ങി. അകത്താണ് ഗോൾഡൻ ടെമ്പിൾ. അത് അവിടെ ചെന്നിട്ടാണ് കേട്ടോ. വേറെ ഒന്നുമില്ല, വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സ്റ്റോറേജ് ഇല്ല, അതുകൊണ്ടാണ്. നമ്മളങ്ങനെ ഇപ്പോൾ ഇതിൻ്റെ പുറത്ത് തന്നെ ഇരിക്കണുണ്ടോ. സംഭവം എനിക്ക് തണുപ്പ് പറ്റണില്ല. ഇതിൻ്റെ ഗോൾഡൻ ടെമ്പിളിൻ്റെ അകത്ത് ഇറങ്ങാൻ നമ്മൾ ഷൂസ് വരണം. ഇപ്പം തന്നെ എനിക്ക് തണുപ്പ് വരുന്നില്ല. അപ്പോൾ ഷൂ കഴിഞ്ഞാൽ എനിക്ക് സെറ്റ് ആവില്ല എന്നൊരു തോന്നൽ വന്നപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കണം. ഇപ്പോൾ 15 മിനിറ്റൊക്കെ ആയിട്ടിരിക്കാൻ വേണ്ടി. എന്തായാലും പയ്യെ കയറാം. ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ. ഇവിടെ നോക്കും സാധാരണ ഗുരുദ്വാര പോലെ ഒരു സെറ്റപ്പ്, ഒരു ഡിസൈനൊക്കെ. അകത്താണ് നമ്മുടെ ഗോൾഡൻ ടെമ്പിൾ ഉള്ളത്. അത് അതായിരിക്കണം. നമ്മളങ്ങനെ അവിടെ കുറച്ച് പേര് ഇരുന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഷൂ അഴിച്ചിട്ടാ. അവിടെ ഇരുന്ന് അങ്ങനെ ശരിയാവില്ല. വെറുതെ ഇരുന്നിട്ട് അതിന് തണുപ്പ് നോക്കി കഴിഞ്ഞാൽ അങ്ങനെ ഷൂ ഊരിയിട്ടുണ്ട്. എന്നിപ്പോൾ ടോക്കൺ കിട്ടിയിട്ടുണ്ട്. ഇവരുടെ ഒരു സ്റ്റൈലാണ് ടോക്കൺ എഴുതിയേക്കുന്നത്. എത്രയെന്ന് മനസ്സിലാവുന്നില്ല. 9,000 സംതിങ് എന്തോ. അപ്പോൾ ഇവിടെയാണ് ലഗേജ് കൊടുക്കുന്നത്. ലഗേജ് കൊടുത്തിട്ട് വരാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ വേറൊരു എൻട്രൻസ്. ഇവിടെ നിന്ന് നമുക്ക് കയറാം. ഇവിടെ ലഗേജ് കൊടുത്തിട്ട് കയറാം. നമുക്ക് ടോക്കൺ കിട്ടുന്നുണ്ട് കേട്ടോ. 93 മറ്റേ ചിരിപ്പിനെന്തോ 9,000 അല്ല 9,000 സംതിങ് എന്തൊക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് ബാഗും വെച്ച് ചെരുപ്പും വെച്ച് നമുക്ക് ഫ്രീ ആയിട്ട് കയറാം. ഓക്കെ, ഭയങ്കര തണുപ്പാണ്, ബെയർ ഫുട്ടാണ്. നമ്മളങ്ങനെ ഗോൾഡൻ ടെമ്പിളിൻ്റെ അകത്തോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. മീൻസ് അതിൻ്റെ വ്യൂ കാണുന്ന സ്ഥലം. അതിൻ്റെ ഒരു വ്യൂ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 15th സെഞ്ച്വറിയിലാണ് ഇത് ബിൽഡ് ചെയ്തത്. ഇതിൻ്റെ മേജർ അട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗോൾഡ് പ്ലേറ്റ് ചെയ്തേക്കണ ഇതാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് വീഡിയോഗ്രാഫി അലൗഡ് അല്ല കേട്ടോ. ഫോട്ടോ എടുക്കണ കുഴപ്പമില്ല, വീഡിയോ എടുക്കണ സീനാണ്. നമുക്ക് എന്തായാലും പുറത്തിറങ്ങിയിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഓക്കെ, നമ്മളായിട്ട് വെറുതെ റൂൾസ് ബ്രേക്ക് ചെയ്യണ്ട. ഓക്കെ, പിന്നെ ഗോൾഡൻ ടെമ്പിൾ അറിയപ്പെടുന്ന വേറൊരു പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീ ഹർമന്ദർ സാഹിബ് എന്നുള്ള പേരിലാണ് കേട്ടോ. ഈ ഗോൾഡൻ ടെമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിഖ് മതവിശ്വാസികളുടെ ഗുരുദ്വാരയാണ്. ഇവിടെ ലങ്കർ കിട്ടും. ലങ്കർ മീൻസ് ഫുഡ് കൊടുക്കും എല്ലാവർക്കും, ഫ്രീ ഫുഡ്. അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നോക്കിയിട്ടില്ല, ആര് വന്നാലും ഇവിടെ ഫുഡ് കിട്ടും. ഞാൻ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഗുരുദ്വാരയിൽ നിന്നാണ് ഫുഡ് കഴിക്കാറുള്ളത് കേട്ടോ. ഗോൾഡൻ ടെമ്പിളാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വിസിറ്റ് ചെയ്തിട്ടുള്ളൊരു സ്പിരിച്വൽ സൈറ്റാണ്. ഗോൾഡൻ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുളത്തിൻ്റെ വലിയൊരു കുളത്തിൻ്റെ നടുക്കായിട്ടാണ്. ആ ഒരു കുളത്തിനെ പറയുന്ന അമൃത് സരോവർ എന്നാണ്. ഇവിടെ ആൾക്കാർ വരുന്നത് മോസ്റ്റ്ലി ടൂറിസത്തിനും വരുന്നുണ്ട്, ടൂറിസ്റ്റുകളും വരുന്നുണ്ട്, പിന്നെ സ്പിരിച്വലി ഉള്ള ആൾക്കാരും വരുന്നുണ്ട്, വിശ്വാസികളും വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ആർക്കിടെക്ചർ ഡിസൈൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അല്ലാതെ അതിശയിപ്പിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ.
നല്ലൊരു ഡിസൈനാണ്. ഇതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദു ആൻഡ് ഇസ്ലാമിക്കിൻ്റെ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, പള്ളി അമ്പലവും പണിയുന്നൊരു ഡിസൈൻ ഇൻസ്പയർ ചെയ്തിട്ട് ഉണ്ടാക്കിയൊരു ടെമ്പിളാണ് ഗോൾഡൻ ടെമ്പിൾ. ഇത് 15th സെഞ്ച്വറിയിലാണ് ബിൽഡ് ചെയ്തതെന്ന് വെച്ചാൽ ഗുരുനാനക് എന്ന് പറഞ്ഞൊരു സിഖുകാരനാണ്. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു മതവിശ്വാസത്തിൻ്റെ മാത്രമല്ല, അതായത് എല്ലാവർക്കും കൂടെ തുല്യമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ആരും വലിയവനോ ചെറിയവനോ അങ്ങനെ ഒന്നുമില്ല. പിന്നെ ഈ ഒരു ടെമ്പിളാണ് സിഖ് മതവിശ്വാസികളുടെ ഒരു ഐഡൻറ്റിറ്റി. ഏറ്റവും വലിയ ഗുരുദ്വാരയുണ്ടത് ഇന്ത്യയിലെ, അതാണ് ഗോൾഡൻ ടെമ്പിൾ. ഇത്രയും കാര്യങ്ങളൊക്കെ പറയാനുള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേ കറങ്ങിയാണെന്ന് കാണാനുണ്ട്. നിങ്ങൾ വരുമ്പോൾ തന്നെ ഷൂ ഊരി വെക്കുക, അതുകൊണ്ട് അവിടെ ലഗേജ് ഷൂ വെക്കുന്ന സ്ഥലമുണ്ട്, അവിടെ കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ടോക്കൺ തരും, അത് കയ്യിൽ വെക്കുക സേഫായിട്ട്. പിന്നെ അതിനുശേഷം ബാഗ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ബാഗ് ആസ് എ ട്രാവലർ ബാഗ് ഉണ്ടാവുമല്ലോ, അപ്പോൾ ബാഗ് ആ ഷൂ വെക്കുന്നതുകൊണ്ടൊന്ന് കുറച്ച് ലെഫ്റ്റ് ഒരു സ്ഥലത്തോട്ട് പോയി കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് അവിടെ ബാഗും കൊടുക്കാം. എത്ര വേണമെങ്കിലും ഇവിടെ ഇരിക്കുക കേട്ടോ. എന്നിട്ട് ആ ടോക്കൺ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബാഗ് എടുത്ത് തരും. അങ്ങനത്തെ സ്കീം അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ആസ് എ ട്രാവലർ കുറേ ബാഗ് ഇട്ടാണെന്നാണ് വയ്യാണ്ടായി. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ വിസിറ്റ് ചെയ്യുക. നല്ലൊരു ഹോളി പ്ലേസാണ്. ഫാമിലിയായിട്ട് വരാം, ഫ്രണ്ട്സായിട്ട് വരാം, ഒറ്റയ്ക്കും വരാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എന്തായാലും ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. അകത്തേരെ നമുക്ക് വീഡിയോ എടുക്കാനുള്ളൊരു ഇതില്ല, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്നേനെ അതൊക്കെ. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.